മുഹമ്മദ് ഷഹീദിലേക്ക് കൂടി ഒന്ന് പോകാം. ഷഹീദ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയും കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ എങ്ങനെയായിരിക്കും? അതാണൊരു പ്രതികൂല അവസ്ഥയായിട്ട് പ്രധാനമായിട്ടും നിൽക്കുന്നത്. എങ്ങനെയാണ് ഇനി മുന്നിലേക്കുള്ള കാര്യങ്ങൾ? മണ്ണിടിഞ്ഞ് വലിയ അപകടമുണ്ടായ വയനാട് മേപ്പാടി മീനാക്ഷി പാലത്തിന് സമീപത്ത് ഇപ്പോഴും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും തിരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഹിറ്റാച്ചി JCB ഉപയോഗിച്ചുകൊണ്ട് ചളിയും മണ്ണും നീക്കി അതിനടിയിൽ ജീവന്റെ ഏതെങ്കിലും തരത്തിലുള്ള തുടിപ്പുകളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 പേരെ ഇപ്പോഴും കണ്ടെത്താനുണ്ട്, തൊഴിലാളികളെ കണ്ടെത്താനുണ്ട്. ഇതാണ് ഔദ്യോഗിക കണക്ക്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോഴും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീനാക്ഷി പാലത്തിന്റെ മുകളിലൊക്കെ വലിയ ചളിയും മണ്ണുമായിരുന്നു. അത് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. അതിന് സമീപത്ത് ഈ കുന്നിന്റെ മുകളിൽ നിന്നും പാറയുടെ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ ആ ഭാഗത്താണ് ഇപ്പോൾ ആ റോഡിന് പാലം കഴിഞ്ഞുള്ള റോഡിന്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ വലിയ മൺകൂനയാണ്. അതാണിപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി അതിനകത്ത് ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്ക് ബന്ധിപ്പിക്കുന്ന മേപ്പാടിയും കൽപ്പറ്റയുമായൊക്കെ ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണിത്. ഈ വഴിയാണ് ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള ആളുകളെ പെട്ടെന്ന് ഇവിടുന്ന് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമവും അതും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ റോഡിലെ ഈ പാലം കഴിഞ്ഞുള്ള റോഡിൻ്റെ ഭാഗത്തുള്ള മണ്ണ് അടിയന്തരമായി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. കാരണം തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തന്നെ ദുഷ്കരമാക്കുന്ന രീതിയിൽ ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാത്രിയും മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ മഴ ശക്തമാവുകയാണെങ്കിൽ ആ പ്രതിസന്ധി മറികടക്കുക എന്നുള്ളതുമുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടണമെങ്കിൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഈ കെടാവർ നായകളും ഒപ്പം തന്നെ മറ്റ് സൂക്ഷ്മമായ മണ്ണിനടിയിലുള്ള ഏതെങ്കിലും ചലനങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള അങ്ങനെ ഡിറ്റക്ട് ചെയ്യാനുള്ള പ്രത്യേക ക്യാമറ സംവിധാനമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുഷ്കരമാണ്. കാരണം ചളിയും മണ്ണും ഒക്കെ അടിഞ്ഞിരിക്കുകയാണ്. അത് അവിടെ നിന്ന് മാറ്റി വേണം. ടിപ്പർ ലോറികളിലേക്ക് JCB ഉപയോഗിച്ച് മാറ്റുന്നു. അത് അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NDRFന്റെ 70 പേരടങ്ങുന്ന സംഘമുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായുള്ള തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് വൈകിട്ടോടുകൂടി മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും ഇവിടെ എത്തിയിരുന്നു. അവർ പ്രാഥമികമായി രക്ഷാപ്രവർത്തനം ദൗത്യം അവർ വിലയിരുത്തി. അതിനുശേഷം അവർ വിശദമായി ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വലിയ തോതിൽ അനധികൃതമായി നിയമം ലംഘിച്ച് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെ മണ്ണ് കൂട്ടിയിട്ടതാണ്, അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് ഈ അപകടത്തിന് കാരണം. ഈ തുരങ്ക നിർമ്മാണത്തിൻ്റെ ഫേസ് സ്ഥലത്ത് മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതല്ല, തുരങ്കത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള കുന്ന് ഇടിച്ചിലുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത്. അങ്ങനെ ചില ആരോപണങ്ങളും അങ്ങനെ ചില ചൂണ്ടിക്കാണിക്കലുകളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെയുള്ള വ്യക്തത ഇനി വരേണ്ടതുണ്ട്. പരിശോധനയും അന്വേഷണവും നടത്തേണ്ടതുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോൺട്രാക്ടർ കമ്പനിയുടെ ഒരു വിശദീകരണം, ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്ന കമ്പനിയുടെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് തങ്ങൾ നിയമം ലംഘിച്ച് ഒരു പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല, എല്ലാം നിയമവിധേയമായി സർക്കാർ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടമുണ്ടായത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ എന്തായാലും മന്ത്രിമാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. ഒപ്പം കാലാവസ്ഥയെ ഭയക്കണം എന്നുള്ളത് തന്നെയാണ്, അത് വലിയ ആശങ്കയായി തന്നെ നിൽക്കുന്നുണ്ട്. ഷഹീദ് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു മഴയുണ്ട് എന്നുള്ളത്. അതിതീവ്രമായ മഴയല്ല എങ്കിലും മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു മഴയത്താണെങ്കിൽ പോലും, പ്രതികൂലമായ കാലാവസ്ഥയിലാണ് എങ്കിൽ പോലും അവിടെ തിരച്ചിൽ നടത്തേണ്ട രീതിയിൽ കാര്യങ്ങൾ ഏകോപിച്ച് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക്